ടൂറിസ്റ്റ് വിസയിലെ അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം എന്നൊരു ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ അമേരിക്കൻ സീരീസിന്റെ 2ാം ഭാഗം ഇന്നു മുതൽ തുടങ്ങണം. നമ്മുടെ അമേരിക്കൻ ഓവർലാൻഡിങ് സീരീസിന്റെ ആദ്യത്തെ ഭാഗം ഏകദേശം 80ഓളം വീഡിയോ ചെയ്ത് നമ്മൾ നിർത്തിയിരുന്നു. അത് നമ്മൾ ആഫ്രിക്കയിലേക്ക് പോയി. നമ്മൾ വീണ്ടും ഇപ്പൊ അമേരിക്കയിൽ വന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ലണ്ടനിൽ നിന്ന് അമേരിക്കൻ എയർലൈൻസിന്റെ ബോയിങ് വിമാനം 777-300 നമ്മൾ കഴിഞ്ഞ ദിവസം വന്നത്. നല്ല അടിപൊളി ഫ്ലൈറ്റ് ആയിരുന്നു. അമേരിക്കയിലേക്ക് യാത്ര നമ്മൾ ഒരു തവണ കാണിച്ചു തരണം, വീണ്ടും കാണിച്ചില്ല. പിന്നെ തൊട്ടടുത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യം കിട്ടിയില്ല. പക്ഷേ നല്ല സർവീസ് ആയിരുന്നു അമേരിക്കൻ എയർലൈൻസിന്റെ. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാൻ സംഭവം ഉണ്ടോ, നമ്മൾ അമേരിക്കൻ എയർലൈൻസിൽ യാത്ര ചെയ്തപ്പോൾ നമ്മുടെ എയർ ഹോസ്റ്റസ്മാർ നമ്മൾ സാധാരണ നല്ല സുന്ദരികളെ നമ്മൾ കാണാറ്. പക്ഷേ അമേരിക്കൻ എയർലൈൻസിൽ നമ്മൾ വന്നപ്പോൾ കണ്ടത് ഏകദേശം ഒരു 65 വയസ്സ് 70 വയസ്സായ അമ്മാമ്മമാരെ കണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടപ്പോഴില്ലേ അമ്മാമ്മമാര് നമ്മളെ ഭയങ്കര റൂഡായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ആദ്യമായിട്ടുണ്ടല്ലോ എൻ്റെ ഇത്രയും നാളത്തെ യാത്രയിൽ അമേരിക്കൻ എയർലൈൻസിൻ്റെ സ്റ്റാഫിൻ്റെ ഏറ്റവും നല്ലൊരു പെരുമാറ്റം ഫീൽ ചെയ്ത് എനിക്ക് കഴിഞ്ഞ ദിവസമാണ്. ഒരു 65-70 വയസ്സ് ഒരു അമ്മാമ്മയായിരുന്നു നമ്മുടെ എയർ ഹോസ്റ്റസ്. അടിപൊളി സർവീസ് ആയിരുന്നു, എടുത്തു പറയാൻ സംഭവം. അപ്പോൾ നമ്മൾ അമേരിക്കയിൽ ഇന്നലെ വന്നിറങ്ങി, ഡാലസിലേക്ക് വന്നിറങ്ങി. ലണ്ടൻ ടു ഡാലസ് വന്ന് ഫ്ലൈറ്റ്. ഡാലസിൽ വന്നിറങ്ങി ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ്. ഇമിഗ്രേഷനിൽ പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല എന്തിനാ വന്നത്, കഴിഞ്ഞ തവണ എന്താണ് ഇത്രയും നാൾ ലോങ് ആയിട്ട് സ്റ്റേ ചെയ്ത്, ഇനി എത്ര നാളുകൂടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ പ്രൊഫൈൽ പറഞ്ഞു നമ്മൾ യൂട്യൂബിൽ വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ വല്ല കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പതിവ് പോലെ നമ്മൾ ഡാലസിൽ വന്നപ്പോൾ ജിമ്മിച്ച് നമ്മളെ കൊണ്ടുവരാനായിട്ട് വന്നു. അങ്ങനെ ജിമ്മിച്ചിൻ്റെ തട്ടകത്തിൽ നമ്മൾ വീഡിയോ ചെയ്യണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, കുറേ ആൾക്കാർ പറയണ്ടായിരുന്നു അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം. നമ്മളൊരു B1 B2 കാറ്റഗറിയിൽ വന്നത്. അപ്പോൾ എങ്ങനെ ലൈസൻസ് എടുക്കാം. അപ്പോൾ നമ്മുടെ കൂടെ പുലിയുണ്ട്. ജിമ്മിച്ചാൻ കമ്മോൺ, ബിഹൈൻഡ് ദ സീൻ പുറത്തേക്ക് വരൂ. അപ്പോ ജിമ്മിച്ചൻ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മള് ജിമ്മിച്ചനെ കാണാണ്ട് അമേരിക്കൻ സീരീസ് 2ാമത് തുടങ്ങാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചു. അപ്പൊ ആദ്യത്തെ സീരീസ് പൊരിച്ചു. അപ്പൊ നല്ല പറക്കത്തുണ്ട് നമുക്ക്. ട്രാവലേഴ്സ് ഫാമിലിക്ക് ഡാലസിൽ വന്നിട്ട് ജിമ്മിച്ചനെ കണ്ടിട്ട് പോകുമ്പോ ഒരു പറക്കത്തുണ്ട്. ഈ മുട്ടയ്ക്കുള്ള പറക്കത്താണോ? ടെക്സസ്. അപ്പൊ ജിമ്മിച്ചനോട് ചോദിക്കാം നമ്മള്. പിന്നെ ജിമ്മിച്ച വിശേഷങ്ങൾ പറയും. നമ്മള് അദർവ കളി കളിക്കണ ഒരു കാര്യമില്ലട്ടാ. എന്നാലും സന്തോഷം. ജിമ്മിച്ച് നമ്മള് ചേട്ടന് തുല്യമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിമ്മിച്ച നമ്മുടെ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ചോദ്യമായിരുന്നു, അമേരിക്കയിൽ പോയിട്ട് എങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം. അതിനൊരു ഉത്തരം പറഞ്ഞു തരും. അമേരിക്കയിൽ നിങ്ങൾ വിസിറ്റിംഗ് വിസയായിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ ലൈസൻസ് എടുക്കുന്നത് ടെക്സാസ് എന്ന സംസ്ഥാനം പൊതുവെ എളുപ്പമുള്ള കാര്യമാണ്. കുറച്ച് ബുദ്ധിമുട്ടുകളും പണികളൊക്കെ ഉണ്ട്, എന്നാലും ഒരു 2-2.5 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് ഈ പരിപാടി ചെയ്യാൻ പറ്റും. എന്നാ ലെറ്റ് മീ എക്സ്പ്ലെയിൻ. 7 ദിവസത്തെ ഒരു ആഫ്രിക്കൻ യാത്ര പോയാലോ, അതും സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, സാംബിയ എന്ന രാജ്യങ്ങളിലൂടെ. ഒരുപാട് പേര് പറഞ്ഞു ചെറിയ യാത്രകൾ സംഘടിപ്പിക്കാൻ സാധനപ്പാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ അടുത്ത യാത്ര ഈ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് നടത്തുന്നത്. ഈ യാത്രയിൽ 2 നാച്ചുറൽ വണ്ടേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടനും ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളൊന്നായിട്ടുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മൾ വണ്ടി എടുത്തു കഴിയുമ്പോൾ ഈ ഇൻഷുറൻസ് വേണം. നമ്മൾ ഏത് വണ്ടി എടുത്താലും, നമ്മൾ സാധാരണ വണ്ടി, ഏത് റെന്റൽ വണ്ടി എടുത്താലും ഇൻഷുറൻസ് വേണം. ഏത് റെന്റൽ വണ്ടി എടുത്താലും ഇൻഷുറൻസ് വേണം. അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾ വാങ്ങിച്ചു ഓടിക്കാനാണെങ്കിൽ ഇൻഷുറൻസ് വേണം, എല്ലായിടത്തും ഉള്ള പോലെ. പക്ഷേ നിങ്ങളൊരു ഫോറിൻ ലൈസൻസ്, ഇന്റർനാഷണൽ ഡ്രൈവേഴ്സ് പെർമിറ്റ്, ഇത് രണ്ടും എടുത്തിട്ട് നിങ്ങൾ അമേരിക്കയിൽ വണ്ടി ഓടിക്കാൻ നേരത്ത് നിങ്ങളുടെ ഇൻഷുറൻസ് തുക വലിയ കൂടുതലായിരിക്കും. കാരണം നിങ്ങളുടെ റിസ്ക് ഫാക്ടർ കൂടുതലാണ്. മാത്രമല്ല നിങ്ങളുടെ ഡ്രൈവിംഗ് ഇത് അവർക്ക് അറിയില്ല. നിങ്ങൾ റാഷ് ഡ്രൈവർ ആണോ, അതുപോലെ നിങ്ങൾ നല്ലൊരു സേഫ് ഡ്രൈവർ ആണോ എന്ന് അറിയില്ല. എപ്പോൾ അവർ പറയുന്ന ഒരു സജഷൻ എന്താന്ന് പറഞ്ഞാൽ, ഒരു സജഷൻ മാത്രമാണ് ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം. അപ്പൊ അതിന് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഡ്രൈവിംഗ് ഓൺലൈൻ തിയറി കോഴ്സ് എടുക്കണം. ഞങ്ങൾ പ്രത്യേകിച്ച് പറയുന്ന ടെക്സസിലെ കാര്യമാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണാം. ഇപ്പൊ നമ്മൾ സ്പെസിഫിക്കലി പറയുന്നത് ടെക്സാസിലാണ്. ഞാൻ ആദ്യം അമേരിക്കയിൽ വരണ കേസ് പറഞ്ഞപ്പോ അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചപ്പോ ജിമ്മിച്ചൻ ടെക്സസിലായതുകൊണ്ട് പറഞ്ഞു ഇവിടെ നിനക്ക് ലൈസൻസ് എടുക്കാൻ സാധനപ്പോ നീ നമുക്ക് മറ്റുള്ള സ്റ്റേറ്റുകളിൽ എങ്ങനെയാണെന്ന് നമ്മളിപ്പോഴും ഈ വീഡിയോയിൽ പറയുന്നത് ടെക്സസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ മറ്റുള്ള സ്റ്റേറ്റുകളിലെ റൂളല്ല പറഞ്ഞത്, നമ്മൾ ടെക്സസിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കാന്ന് റൂൾ പറഞ്ഞത് നമ്മൾ പ്രത്യേകം പറയണം. അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും പല എല്ലായിടത്തും പോയി അങ്ങനെ എടുക്കാൻ പറ്റും. ചില സ്റ്റേറ്റുകളിൽ ടഫാണ് കിട്ടാൻ. അപ്പൊ ഏറ്റവും ബെസ്റ്റ് കുറെ സ്റ്റേറ്റുകളുണ്ട്, ഞാൻ സ്പെസിഫിക്കലി പറഞ്ഞ ടെക്സസ് ആണ്. ചില സ്റ്റേറ്റുകളിൽ ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ ചെറിയ വ്യത്യാസം കാണും. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഒരു ഓൺലൈൻ തിയറി കോഴ്സ് ഉണ്ട്. അത് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം. ഒരു 6 മണിക്കൂറോളം വരും. അതിനൊരു പരീക്ഷ ഉണ്ട്. ആ പരീക്ഷയും കൂടി പാസ്സാവുക. ഈ ഓൺലൈൻ ടെസ്റ്റ് കഴിഞ്ഞോടുകൂടി ഞാൻ ശരിക്കും
നമുക്ക് ഈ 6 മണിക്കൂറുള്ളൂ എന്ന് പറഞ്ഞാലല്ലേ, ഞാനൊരു 5-6 ദിവസം കൊണ്ട് തീർത്താം. നമ്മളൊരു ദിവസം ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ഇരിക്കും. അപ്പോൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കും, ABCD അതിലേത് ഉത്തരം എന്നൊക്കെ ചോദിക്കും. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഓൾറെഡി വീഡിയോ കാണിച്ചു തരും. ആ വീഡിയോന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് നമ്മൾ ഉത്തരം തിരിച്ചു പറയണം. പ്രധാനമായിട്ട് അത് കവർ ചെയ്യുന്നത് ഇവിടുത്തെ റോഡ് നിയമങ്ങളും അതൊക്കെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ. അത് ഓൺലൈൻ ടെസ്റ്റ് പാസ്സായി കഴിയുമ്പോൾ നമ്മൾ ആ കടലാസ് ഒരു പ്രിന്റ് ഔട്ട് തരും. അതെടുത്ത് കയ്യിൽ വെക്കണം. ടെസ്റ്റ് പാസ്സായി, ഓൺലൈൻ തിയറി ടെസ്റ്റ്. അതിനുശേഷം നമ്മളൊരു പ്രാക്ടിക്കൽ ടെസ്റ്റ് എടുക്കണം. അപ്പൊ ഞങ്ങൾ ഇവിടെ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാനപ്പിന് 60 രാജ്യങ്ങളടുത്ത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ സാനപ്പിന് വണ്ടി ഓടിച്ചുള്ള പരിചയമുണ്ട്. എങ്കിലും എല്ലാ രാജ്യങ്ങളല്ല, നമുക്ക് ഒരു ലെഫ്റ്റ് റൈറ്റ് ഓടിച്ചിട്ട് എങ്കിലും ഒരു കംഫർട്ട് ആവാൻ വേണ്ടി, അമേരിക്കൻ റോഡുകളിൽ ഒന്ന് കംഫർട്ട് ആവാൻ വേണ്ടി സാനപ്പിനോട് ഞങ്ങൾ പറഞ്ഞു, സാനപ്പ് അവർ സൂത്രം ചെയ്യും, നമുക്ക് പോയിട്ടൊരു ഡ്രൈവിംഗ് ലെസൺ എടുക്കാം. അപ്പൊ സാനപ്പിന് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി 2 ലെസൺ എടുത്തു. ഓരോ മണിക്കൂർ വെച്ചല്ലേ, ഓരോ മണിക്കൂർ വെച്ച് 2 ലെസൺ എടുത്തു. ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് തന്നെ ഇൻ ഹൗസ് നമ്മുടെ വണ്ടി ഓടിക്കാനുള്ള ടെസ്റ്റ് നടത്താനുള്ള അപ്രൂവൽ ഉണ്ടോ? നമ്മുടെ നാട്ടില് MBD സ്പെഷ്യൽ ടെസ്റ്റ് ഡേറ്റ് തന്ന് നമ്മളെല്ലാവരും വട്ടം കൂടിയിട്ട് നിർത്തി എടുക്കണ പോലെ ഇല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ 2 മണിക്കൂർ ക്ലാസ് എടുത്തു. 2 ദിവസമായിട്ട് ഓരോ മണിക്കൂർ ക്ലാസ് എടുത്തു. രണ്ടാമത്തെ ദിവസം അവർ പറഞ്ഞു, നിനക്ക് ടെസ്റ്റ് എടുക്കാനായിട്ട് കേപ്പബിലിറ്റി ആയി, നിനക്ക് എടുക്കാൻ നീ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കേപ്പബിൾ ആണ്, എനിക്ക് എടുക്കാം. ഓരോ ദിവസം നമുക്കൊരു $30 $33 ചിലവുണ്ട്. ഒരു ക്ലാസ്സിന് $33 ചിലവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ദിവസം ഞാൻ പറഞ്ഞു, ഓക്കെ ഞാൻ റെഡിയാണ്, നമുക്ക് എടുക്കാം. രണ്ടും കൽപ്പിച്ച് നമ്മൾ ധൈര്യം കൽപ്പിച്ചാണ് ഇവിടെ വരെ എത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ നമുക്ക് എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ ടെസ്റ്റ് എടുത്തത്. അങ്ങനെ ആ ടെസ്റ്റ് എടുത്തു. പാസ്സായി. എനിക്ക് 100-89 പറയുന്നില്ല ചിന്തിച്ചാ സംഭവം ഒരു തള്ളക്കുള്ളി കേട്ടെങ്കിലും 100-83 മാർക്ക് കിട്ടി. അപ്പോ ഈ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞ് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഓൺലൈനിൽ പാസ്സായ തിയറി ടെസ്റ്റിന്റെ കടലാസും പ്രാക്ടിക്കൽ ടെസ്റ്റ് പാസ്സായ കടലാസും പിന്നെ സാൻഡപ്പിന്റെ ഐഡിയ ആയിട്ട് ബന്ധപ്പെട്ട കടലാസുകളെല്ലാം കൂടി ഈ സ്കൂളിൽ നിന്ന് പാക്ക് ചെയ്ത് സീൽ ചെയ്ത് തരും. നമ്മൾ ഈ സീൽ പൊട്ടിക്കാൻ പാടില്ല. നമ്മൾ ഈ സീൽ ചെയ്ത് തരുന്ന എൻവലപ്പ് അല്ലെങ്കിൽ ഈ പാക്കറ്റ് കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഇവിടുത്തെ DMV എന്ന് ഞങ്ങൾ പറയും, നാട്ടിൽ MVD എന്ന് പറയും. അതായത് ഇവിടെ DMV, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ് ഹാൻഡിൽ ചെയ്യുന്ന ടെക്സാസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് സേഫ്റ്റി ആണ്. അതായത് DPS എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ DPSന്റെ സൈറ്റിൽ കയറി ഓൺലൈനിൽ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു. ഇത് പല സ്ഥലങ്ങളിലുണ്ട് ഇവരുടെ ഓഫീസ്. നമുക്ക് എവിടെയാണോ കിട്ടണത് നമ്മുടെ സൗകര്യാർത്ഥം ഞങ്ങൾ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് ആ ദിവസം പോയി ഈ കടലാസ് അവിടെ സബ്മിറ്റ് ചെയ്യാണ്. അതിനകത്ത് വേറെ കുറച്ച് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനുണ്ട്. നമുക്ക് കോംപ്ലിക്കേറ്റ് അല്ല, 2 ആപ്ലിക്കേഷൻ ഫോം, നമ്മുടെ വീട് സംഭവങ്ങൾ. ഇതിൽ വേറെ കാര്യം കൊണ്ട് പറയണം, നിങ്ങൾ ആര് അമേരിക്കയിലേക്ക് വരികയാണെങ്കിലും ഇതൊക്കെ നടക്കണമെങ്കിൽ, നമ്മൾ ഈ ലൈസൻസ് എടുക്കണമെങ്കിലും അല്ലെങ്കിൽ ഇത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കണമെങ്കിൽ നമുക്ക് ഒരാൾ വേണം. ഇപ്പോൾ നമുക്ക് എനിക്ക് ജിമ്മിച്ചൻ ഇവിടെ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ലോക്കൽ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് എടുക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ നമുക്കൊരു ലോക്കൽ അഡ്രസ്സ് ഇല്ല, അല്ലെങ്കിൽ ലോക്കൽ നമ്മൾ മറ്റേ എന്നിട്ടൊക്കെ വെച്ചതിന്റെ കൂടെ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ സാനപ്പന് ഒരു അഡ്രസ് പ്രൂഫ് വേണം. അപ്പൊ ഈ അഡ്രസ് പ്രൂഫ് നമുക്ക് ചുമ്മാ പോയി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ സാനപ്പൻ എന്റെ കൂടെ നിന്ന കാരണം കൊണ്ട് ഞാനൊരു സത്യവാങ്മൂലം, അതല്ലെങ്കിൽ ഒരു അഫിഡവിറ്റ് കൊടുക്കണം. സാൻഡപ്പൻ എന്റെ കൂടെയാണ് നിൽക്കുന്നത്, ഗസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ നിങ്ങൾ ആരാണോ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് അവര് നിങ്ങളെ ഇതുപോലെ അഫിഡവിറ്റ് കൊടുക്കാൻ റെഡിയാണെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്നാന്ന് പറഞ്ഞാൽ, അവരുടെ ഇവിടുത്തെ അമേരിക്കയിൽ നിൽക്കുന്ന സ്റ്റാറ്റസ്, ഞാൻ ഇവിടുത്തെ സിറ്റിസൺ ആണ്, അതുപോലെ തന്നെ ഞങ്ങളുടെ അഡ്രസ് പ്രൂഫ്, അതായത് ഏതെങ്കിലും വാട്ടർ ബില്ലോ കറണ്ട് ബില്ലോ അതുമായിട്ട് ചെല്ലണം. എന്നിട്ട് അവര് എന്നെ ആദ്യം വെരിഫൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് സാൻഡപ്പിന് എന്റെ അഡ്രസ്സിലുള്ള ലൈസൻസ് ഇഷ്യൂ ചെയ്യണം. അപ്പൊ നമ്മൾ DPS ഓഫീസർ എത്തി. നമ്മൾ ഒന്നുകൂടി ഞാൻ ക്ലാരിഫൈ ചെയ്യാം. നമ്മളിവിടെ വരുന്നു, നമ്മൾ ആരെങ്കിലും നമ്മുടെ ഒരു സ്പോൺസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഗസ്റ്റോ അല്ലെങ്കിൽ കസിൻസോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും വരുന്നു, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നു. ആ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ അഡ്രസ്സും സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു ഫോം ഫില്ലപ്പ് ചെയ്ത് ആദ്യം ലേണിംഗ് ടെസ്റ്റ്, നമ്മുടെ നാട്ടിൽ ലേണിംഗ് എന്ന് പറഞ്ഞ പോലെ ഒരു ഓൺലൈൻ കോഴ്സ് നമ്മൾ 6 മണിക്കൂറത്തെ കോഴ്സ് എടുക്കണം. അത് ഒരു ദിവസം കൊണ്ട് എടുക്കുന്ന ആൾക്കാർ, അര ദിവസം കൊണ്ട് എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആവാം. അത് കഴിഞ്ഞ് ആ ടെസ്റ്റിന്റെ റിസൾട്ട് കൊണ്ടൊരു പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നമ്മളിവിടെ ലോക്കൽ ഡ്രൈവിംഗ് സ്കൂൾ എന്നൊക്കെ, നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞ പോലെ, എന്ത് സ്കൂൾ എന്ന് പറയുന്നത്, ഡ്രൈവിംഗ് സ്കൂളിൽ പോകണു. ആ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി നമ്മളിത് കാണിച്ചു കൊടുക്കും. നമ്മൾ ലേണിംഗ് പാസ്സായിട്ട് ഓൺലൈനിൽ എഴുതിയതാണ്, നമ്മൾ എഴുതിയത് പാസ്സായി എന്ന് പറയുന്നു. എന്നിട്ട് 2 ദിവസത്തെ ക്ലാസ് എടുക്കണം. നമ്മൾ 1 മണിക്കൂറിന്റെ 2 ദിവസത്തെ ക്ലാസ് എടുത്തു. 2 ദിവസത്തെ ക്ലാസ് എടുക്കുമ്പോൾ അവർ ചോദിക്കും, നീ റെഡി ആണോ, നീ നമ്മുടെ ടെസ്റ്റിന് നീ റെഡി ആണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇവിടുത്തെ ഈ ഡ്രൈവിംഗ് സ്കൂളിലത്തെ മാഷുമാരില്ലേ, ഇപ്പം എന്നെ പഠിപ്പിച്ച് ഗുരു നമ്മുടെ നാട്ടിലത്തെ ഉണ്ണിയേട്ടനാണ് ആശാനൻ്റെ. അപ്പോൾ ആശാന്മാർക്ക് ഇവിടെ അതിനുള്ള അധികാരമുണ്ട്.
നമ്മുടെ നാട്ടിലില്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ MVD എടുത്ത് തന്നെ പോയിട്ട് നമുക്ക് ചെയ്യണമല്ലോ. ഇവിടെ അങ്ങനത്തെ ആശാന്മാർക്ക് അധികാരമുണ്ട്. അപ്പോൾ അധികാരം വെച്ചിട്ട് അവരടുത്ത് പറയും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് ചോദിക്കുമ്പോൾ തയ്യാറാണെന്ന് പറയണു. നമ്മൾ പോയി ടെസ്റ്റ് ചെയ്തണം. എന്നിട്ട് ആ പേപ്പറും കൊണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കണം. ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്ത് നമ്മൾ പേപ്പർ അവിടെ അപ്പോയിന്റ്മെന്റ് എടുക്കണം. ഈ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന ദിവസം ഞാൻ പറഞ്ഞു ലൈസൻസ് എല്ലാം കിട്ടുമെന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ കണ്ണിന്റെ ടെസ്റ്റും ഈ DPSന്റെ ഓഫീസിൽ നിർത്തും. നമ്മളെ ഒരു നിശ്ചിത ദൂരത്ത് നിർത്തിയിട്ട് മറ്റേ ബോർഡ് വായിക്കും. FS3 നമ്മുടെ കണ്ണാശുപത്രിയിലൊക്കെ വായിക്കണ പോലെ ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് നമ്പേഴ്സ് ഒക്കെ വായിപ്പിക്കും. അതുപോലെ കളറിന്റെ വിഷൻ ടെസ്റ്റും നടത്തും. കളർ അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ആ പരിമിതിക്കുള്ളിലാണ് നമ്മൾ വരുന്നതെങ്കിൽ അവര് നമുക്ക് ലൈസൻസ് തരും. ഈ ലൈസൻസ് നമുക്ക് വീട്ടിൽ മെയിലായിട്ട് വരും. ടെമ്പററി ലൈസൻസ് അവർ ഒരു കടലാസ് നമുക്ക് ഇന്ന് തന്നൊരു കടലാസായിട്ട് വരും. ആ കടലാസ് നമുക്ക് ടെമ്പററി ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഒരു 10 ദിവസത്തിനുള്ളിൽ നമുക്ക് കാർഡായിട്ട് ഏത് അഡ്രസ്സിലാണോ നമ്മൾ എടുത്ത ആ അഡ്രസ്സിൽ നമുക്ക് കാർഡായിട്ട് വരും. പ്ലാസ്റ്റിക് കാർഡ്. അപ്പൊ ഇത്ര ഉള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ലൈസൻസ് കിട്ടാനായിട്ടുള്ള പാട്. നമ്മളെ അമേരിക്കൻ ലൈസൻസ് എടുക്കാന്ന് പറയുമ്പോൾ ഭയങ്കര ഭീകര പരിപാടിയാണ്. ഭയങ്കര സെറ്റപ്പ് വേണം. മറ്റേ അമ്പാന്റെ കേസ് പറഞ്ഞ പോലെ ഭയങ്കര സെറ്റപ്പ് പറഞ്ഞ പോലെ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഒരാളും വേണം. ഏകദേശം ഒരു $200 അല്ലെ, $200 വണ്ടിയുടെ ഡ്രൈവിങ്ങിന്റെ ടെസ്റ്റും നമ്മുടെ ലേണിങ്ങും സംഭവങ്ങളൊക്കെ ഏകദേശം $200-210 എനിക്ക് ചെലവായത്. അപ്പം നമുക്ക് ചിലവായതിന് നമ്മൾ പിടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലോങ് നമ്മൾ 48 സ്റ്റേറ്റും അമേരിക്കയിലെ ഓൺലാൻഡ് സ്റ്റേറ്റ് 48 സ്റ്റേറ്റ് നമ്മൾ വണ്ടി ഓടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് ലോങ് പീരീഡ് അമേരിക്കയിൽ നിൽക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് നമ്മൾ അടിച്ച് തീർക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി 6 മാസം കഴിഞ്ഞ് നമ്മുടെ യാത്ര തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ലൈസൻസ് എടുത്ത്. ഒപ്പം നമ്മൾ ഇൻഷുറൻസ് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകര പൈസ, ഒരു ഏകദേശം $1500-2000 താഴെ നമ്മൾ ഒറ്റയ്ക്ക് വരുമ്പോൾ ഇത്രയും ദിവസത്തേക്കൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മളിതൊരു $200 നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളും ഈ $200 ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 1 വീക്ക് മാക്സിമം ഒരു 2 വീക്കിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാ അപ്പോയിൻമെൻ്റ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വീക്കിൻ്റെ ഉള്ളിൽ നമുക്ക് അമേരിക്കൻ ലൈസൻസ് കിട്ടും. പക്ഷേ ഈ അമേരിക്കൻ ലൈസൻസിന് വേറൊരു പവർ കൂടി ഉണ്ട്. ഈ ലൈസൻസ് വെച്ചാൽ ഞാൻ പെറുവിൽ വണ്ടി ഓടിച്ചു. ഞാൻ കഴിഞ്ഞ തവണ പെറുവിൽ പോയിട്ട് നമ്മുടെ ആമസോണിൽ പോയിട്ടാണ് ഇവിടേക്ക് പോയി ആഫ്രിക്കയിലേക്ക് പോയത്, UK പോയത്. അപ്പോൾ അവിടെ പോയി ഞാൻ പോലീസുകാർക്ക് ഇത് കാണിച്ചു കൊടുത്തപ്പോൾ അവർ ഓക്കെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അതിനൊരു പവർ ഉണ്ട്, അമേരിക്കൻ ലൈസൻസിനൊരു പവർ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ അമേരിക്കൻ ലൈസൻസ് എടുത്തതും പിന്നെ ഇവിടെ ഓടിക്കുമ്പോൾ നമുക്ക് ആര് വന്ന് പോലീസുകാരെ കാണിച്ചാലും ഇത് അമേരിക്കൻ ലൈസൻസ് ഉള്ള ഒരാളാന്ന് പറയുന്നതും. നമ്മൾ ഫോറിൻ ലൈസൻസ് ആണെങ്കിൽ ഒരു 100 ചോദ്യങ്ങളും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ലൈസൻസ് എടുത്ത്. അപ്പോൾ ഒരു ചെറിയ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണത്. നാളെ നമ്മൾ ജിമ്മിച്ചന്റെ ഒരു സാമ്രാജ്യം തേടി പോവാ നമ്മള്. അപ്പോൾ ജിമ്മിച്ചൻ നമുക്ക് കുറച്ച് ഏവിയേഷൻ ക്ലാസ്സുകളും സംഭവങ്ങളൊക്കെ നാളത്തെ ഒരു എപ്പിസോഡിൽ കാണാം. അത് നമ്മൾ തിരിച്ച് സിയാറ്റിൽ പോവും. നമ്മുടെ വിശാലേട്ടന്റെ മനിലൊക്കെ അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. തുറക്ക് ഈ B1 B2 വിസ ഒരു തവണ നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ 6 മാസം നിൽക്കാൻ പറ്റുന്നത് നിയമപരമായിട്ട്. അപ്പോൾ ലൈസൻസിന്റെ കാലാവധി അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരിക്കലും 10 വർഷം വിചാരിക്കരുത്. നല്ലൊരു പോയിന്റ്. അപ്പൊ അത് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ അമേരിക്കയിലുണ്ട്, അതെല്ലാം നിങ്ങൾ കറങ്ങിയടിച്ച് വീണ്ടും വരുവാണെങ്കിൽ നിങ്ങൾ 8 മാസം കഴിഞ്ഞിട്ട് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഫീസിൽ പോയിട്ട് പുതുക്കുക. ഈ ലൈസൻസ് ഓഫീസിൽ പോയി പുതുക്കുക. പഴയ അത്രയും ബുദ്ധിമുട്ടില്ല. വേറെ ആൾക്കാർ നമുക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. നമുക്കൊരാൾ അഡ്രസ് പ്രൂഫ് ഒന്നും വേണ്ട. അപ്പൊ ഇന്ന് ഞാൻ പോയപ്പോൾ നമ്മൾ ജിമ്മിച്ചിനായിട്ട് പോയി. പക്ഷെ അവർ ജിമ്മിച്ചിന്റെ ഒന്നും ചോദിച്ചില്ല. നമ്മൾ ആ കാർഡ് ചോദിച്ചു, ആ നമ്പർ ചോദിച്ചു. ഇന്നലെ എൻ്റർ ചെയ്തു നമ്മൾ. അപ്പൊ ഇന്നലെ മുതൽ 6 മാസത്തേക്ക് വാലിഡിറ്റി ഉള്ള ലൈസൻസ് ആയിട്ട് തന്നു. അപ്പോൾ ഇത്ര തവണ മാത്രം നമുക്ക് ഇത് കോംപ്ലിക്കേഷൻ ആണല്ലോ. പിന്നെ നമുക്ക് ഒരു 10 വർഷത്തേക്ക് ലൈസൻസിന് പിന്നാലെ പോകണ്ട. പിന്നെ ഒരു $33 6 മാസം കഴിഞ്ഞ് പുതുക്കുമ്പോൾ $33 ഇതിന്റെ ചെലവ് വരുന്നുണ്ട്. ശരിക്കും അത് വെർത്താണ്. നമ്മളെപ്പോൾ വരുമ്പോഴും ഈ ഓഫീസിൽ പോയിട്ട് നമ്മൾ ഒരു ദിവസത്തെ പണിയുള്ളൂ. നമ്മൾ നേരെ പോവുക. നമ്മൾ ലൈസൻസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ലോക്കൽ ഓടിക്കാനും ഇൻഷുറൻസിന്റെ കേസിനൊക്കെ എനിക്ക് ഏകദേശം ഒരു മാസം ഒരു $160 നമുക്ക് ഇൻഷുറൻസ് എല്ലാം കൂടി ഒരു $160 ഒരു മാസം നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മളിവിടെ നമ്മൾ 6 മാസം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മൾ നീട്ടി കൊണ്ടുപോകില്ല. നമ്മൾ കുറെ ആൾക്കാർ പറഞ്ഞു അമേരിക്കൻ എപ്പിസോഡ് തീർത്തിട്ട് മഡഗാസ്കറിലേക്ക് പോകണ സാധനപ്പാന്ന് ചോദിച്ചു. പക്ഷെ നമുക്ക് ഒരു തവണ അമേരിക്കയിൽ കാലുകുത്തി കഴിഞ്ഞാൽ 6 മാസം വരെയാണ് നിൽക്കാനായിട്ട് അനുമതിയുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ കാലാവധി തീരും ചെയ്തു. പിന്നെ നമുക്ക് നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥ വന്നപ്പോഴാണ് നമ്മൾ യാത്ര ആദ്യത്തെ ലാപ്പ് കഴിച്ചത്. അപ്പോൾ രണ്ടാമത്തെ ലാപ്പ് നമ്മൾ തുടങ്ങുന്നത് അമേരിക്കൻ സീരീസിന്റെ സിയാറ്റിൽ മുതൽ നമ്മൾ ന്യൂയോർക്ക് വരെയാണ് രണ്ടാമത്തെ ലാപ്പ് എടുക്കുന്നത്. ഇതിന് ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള എല്ലാ സ്റ്റേറ്റും ഉണ്ട്. ജിമ്മിച്ച് എപ്പോഴും ജോയിൻ ചെയ്യും. അതാണ് ആഗ്രഹം. നമ്മൾ ശ്രമിക്കണം. അത് ചിക്കാഗോയിൽ അങ്ങനെ വാ, നമുക്ക് പിടിക്കാം, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് നാളെ കഴിഞ്ഞ് നമ്മൾ മറ്റന്നാൾ സിയാറ്റിലേക്ക് പോകും. നമുക്ക് വേണ്ടി അവിടെ ഒരു നമ്മുടെ കപ്പിത്താനും വിശാലേട്ടനും ഒരു ഗ്യാങ് തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത അമേരിക്കൻ ഓവർലാൻഡിങ് സീരീസ് തുടങ്ങാണ്. കൂടെ നിൽക്കണം എല്ലാവർക്കും നന്ദി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഒരു ചെറിയ ഇൻഫോർമേഷൻ വീഡിയോ ആണ്. അമേരിക്കയിലേക്ക് വരുന്ന ആൾക്കാർക്ക് ചെറിയ ഇൻഫോർമേഷൻ നമ്മൾ കൊടുത്ത് തന്നു മാത്രം ഉണ്ടാവും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ജിമ്മിച്ചിന്റെ നാളത്തെ ഒരു ചെറിയൊരു വീഡിയോ കൂടി നമുക്ക് ഡയാലിസിൽ ചെയ്യാണ്ട്. ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ഏവിയേഷൻ മേഖലയിൽ പഠിക്കാനും അല്ലെങ്കിൽ ഏവിയേഷൻ മേഖലയിൽ വർക്ക് ചെയ്യാനൊക്കെ ഒരു താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ.
ഉറപ്പായിട്ടും അത് നാളെ നമുക്ക് അത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഇതിപ്പോ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നു. ഓക്കെ, ഇനി നമ്മൾ നാളെ ഫ്ലൈങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നാളെ കാണാം. പവർ വരും. വന്നുട്ടാ. 90 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും വേർതിരിഞ്ഞ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് വശത്തായി കിടക്കുന്ന ലോകത്തിലെ 4ാമത്തെ വലിയ ദ്വീപ്. ആ ദ്വീപിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും എന്നും അതിരാവിലെ എഴുന്നേറ്റ് പണിസ്ഥലം ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്ന ഒരു കൂട്ടം ആളുകൾ. അവരിൽ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമുണ്ട്. പണിസ്ഥലത്ത് ഇന്നെടുക്കുന്ന കുഴിയിൽ നിന്നും കിട്ടിയേക്കാവുന്ന പൊന്നിൻ്റെ വില അവരെ സംബന്ധിച്ചിടത്തോളം അരച്ചാൺ വയർ നിറയ്ക്കുന്ന ആഹാരമാണ്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുള്ളതുപോലെ വൺ മാൻസ് ലോസ് ഈസ് അനദർ മാൻസ് ഗെയിൻ. ഇത് അവരുടെ കഥയാണ്. ഗോൾഡ് കല്ല് മാറ്റിട്ടുണ്ട്. അങ്ങനെ നമ്മളത് പുഴയിന്ന് ഗോൾഡ് എടുത്തിരിക്കട്ടാ. ഗോൾഡ് വെറുതെ ടോർച്ച് അടിച്ചടിച്ച് പോട്ടുള്ളി. നല്ല കഞ്ചാവിന്റെ മണം ഉണ്ട് കണ്ടാ. തെറ്റി ഞാൻ കടയിലേക്ക് പോട്ടാ. ഗോൾഡ് കളറൊക്കെ എവിടെ ഇല്ലടാ.